ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ്. അപ്പം നമ്മൾ കണ്ടാൽ വിചാരിക്കും പക്കോടയാണെന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഐറ്റം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നമ്മുടെ ചോറും മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചൂട് കട്ടൻ ചായയും കൂടി കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരെണ്ണം കഴിക്കാം. വെളിയിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് ശകല സോഫ്റ്റുമാണ്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ്. നല്ല ചൂടോടെ കഴിക്കണം, എന്നാൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് നല്ല രുചിയായിട്ട് കിട്ടത്തുള്ളൂ. തണുക്കാൻ പാടില്ല. നമ്മൾ ചായ ഇത് വെച്ചിട്ട് നമ്മൾ ചായയും കൂടി ഇട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ടൈമായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പം നമുക്ക് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത ചോറായിരിക്കണം. അപ്പം നമ്മൾ ഈ ജയ അരിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ വെന്ത ചോറ് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഡൊപ്പി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ നല്ല പോലെ വെന്ത ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ജയ അരിയും ബാക്കി അങ്ങനെ വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ചോറ് നല്ല പോലെ നമ്മൾ വേവിച്ചെടുക്കണം. പച്ചരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും പച്ചരിയുടെ ഉപയോഗിക്കുമ്പോൾ. അപ്പം നമുക്ക് ഈ ചോറ് ഈ ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 കപ്പ് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ചോറ് ഈ ബൗളിലേക്ക് ഞാൻ ഇടുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ചോറും മുട്ടയുമാണ്. അപ്പം ഞാനിപ്പം 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. രണ്ട് കപ്പ് ചോറിന് 2 മുട്ട. അപ്പം നമ്മൾ 1 കപ്പ് ചോറാണ് എടുക്കുന്നതെങ്കിൽ 1 മുട്ട ചേർത്താൽ മതി. പിന്നെ നമുക്ക് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 1/2 സവാള എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ് സവാളയാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു ഇത് വെച്ച് വേറെ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്താലും മതി. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട്. ഇത് ചോറ് നല്ലതുപോലെ വെന്ത ചോറായതുകൊണ്ടാണ് ഞാനിപ്പം സവാളയും ഉള്ളിയും സവാളയും പച്ചമുളകും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ മുട്ടയും ചോറും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചോറ് ഓൾറെഡി നല്ല വെന്ത ചോറാണ്. ഇവിടുത്തെ ഡൊപ്പി അരിയുടെ ചോറാകുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് വരും. അതുകൊണ്ടാണത് ഞാനിങ്ങനെ തന്നെ കുഴച്ചെടുത്തത്. അതേ നോക്കി നല്ല പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ കുഴഞ്ഞു വന്നതിലേക്ക് നമുക്ക് കടലമാവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 3/4 കപ്പോളം കടലമാവ് ഇതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എത്രത്തോളം വേണമെന്നനുസരിച്ച് പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. കടലമാവ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ബൈൻഡിങ് ആയിട്ടാണ്, അത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കടലമാവ് ചേർക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, ഈ പക്കോടയുടെയൊക്കെ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. അതിനനുസരിച്ച് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തൊരു ശകലവും വെള്ളം ചേർക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. വെള്ളം ചേർക്കുകയും മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്താൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. കുറച്ചും കൂടി കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എടുത്തിട്ടുള്ള കടലമാവ് ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക്
കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 സ്പൂൺ നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട 2 ഐറ്റമാണ് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങയില ചേർത്തിട്ടുണ്ട്. കൂടെ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. അപ്പം ഞാൻ ഇതും കൂടി ചേർത്ത് നല്ല പോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു പക്കോടയുടെയൊക്കെ പരുവത്തിന് വന്നിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ മാവ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇത് പക്കോട നമ്മൾ ഫ്രൈ ചെയ്യൂല, അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ്സ് വെച്ച് നല്ല പോലെ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പക്കോട ചെയ്യുന്ന പോലെ കുറേശ്ശായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഇത് ചതച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം തീ നല്ലപോലെ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ ഇത് ക്രിസ്പിയായി വരും. അതുവരെ നമുക്ക് തീ കുറച്ച് ഇട്ട് കൊടുക്കണം. ഏകദേശം നമ്മുടെ പക്കോട ഷേപ്പിൽ, നമ്മുടെ പക്കോടയും തന്നെ പറയാം, ചോറ് കൊണ്ടുള്ള പക്കോട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റുകയാണ്. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മളത് കോരി മാറ്റാവുള്ളൂ. പിന്നെ എന്താണ് നല്ലപോലെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. പാത്രത്തിലോട്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കറ മുറുമുറ ഉള്ള നമ്മുടെ ചോറും മുട്ടയും കൊണ്ടിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കി കേട്ടോ, നല്ല മുറുമുറായിരിക്കും. നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ എന്താണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ കഴിക്കുന്നവരറിയത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.